ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി വിസ് പവലിയൻ. അങ്ങനെ രണ്ടാം ടെസ്റ്റ് അഞ്ചാമത്തെ ദിവസം അവസാനിച്ചിരിക്കുകയാണ്. ആദ്യ ടെസ്റ്റ് മൂന്നാമത്തെ ദിവസം തീർന്നതുപോലെ തീർന്നില്ല എന്നത് മാത്രമാണ് ഒരു ഡിഫറൻസ്. അല്ലാതെ റിസൾട്ടിലൊന്നും ഒരു മാറ്റവുമില്ല. സൗത്ത് ആഫ്രിക്ക ഏറ്റവും കൂടുതൽ മാർജിനിൽ നമ്മളോട് ജയിച്ചിരിക്കുകയാണ്. 408 റൺസിൻ്റെ ഒരു വിജയം സൗത്ത് ആഫ്രിക്കയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. അതോടുകൂടി തന്നെ 2-0 എന്ന നിലയിൽ ടെസ്റ്റ് പരമ്പര അവർ കൈയടക്കിയിരിക്കുകയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം ന്യൂസിലൻഡ് വന്ന് 3-0 3 ടെസ്റ്റ് ജയിച്ച അതുപോലെ തന്നെ ഒരു വൈറ്റ് വാഷായിപ്പോയി. ഇത് ഒരു ടെസ്റ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതും അവർ ജയിക്കുമായിരുന്നു എന്ന് സംശയിക്കുന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ പ്രകടനം. ഗവാസ്കർ പറഞ്ഞിരിക്കുകയാണ്, ഐ ഹാവ് നെവർ സീൻ ഇന്ത്യ ഇൻ സച്ച് എ പുവർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ, വിജയിച്ച ടെമ്പ പൗമ പറഞ്ഞത് ഇറ്റ് ഈസ് മാസീവ്, ഭയങ്കര സംഭവമാണിത് ജയിച്ചത്. നോട്ട് എവരി ഡേ യു ക്യാൻ ബീറ്റ് ഇന്ത്യ. ഇന്ത്യയിൽ വന്ന് ഇന്ത്യ എന്നും നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അതുപോലെ ജാൻസൺ, പ്ലെയർ ഓഫ് ദി മാച്ച് മാർക്കോസ് ജാൻസൺ പറഞ്ഞിരിക്കുന്നത്, ഐ ഡോണ്ട് തിങ്ക് ദേ ആർ വളനറബിൾ. ഞാൻ ഇന്ത്യയെ മോശമായിട്ട് കരുതുന്നേയില്ല, അവർ വളരെ കഴിവുള്ളവരാണ്. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ ഒരു ട്രാൻസിഷൻ പീരീഡ്, അതായത് ദേ ആർ ജസ്റ്റ് ലേണിംഗ്, പഴയ താപ്പാനകളൊന്നും കളിക്കുന്നില്ല. അതുകൊണ്ട് പുതിയൊരു ടീമാണ്. ഹെഡ് കോച്ച് ഗംഭീറിൻ്റെ ഒരു പ്രസ്താവനയും നമ്മൾ കണ്ടു, പ്രസ് കോൺഫറൻസ് കണ്ടു. അതിൽ ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ദി റെസ്പോൺസിബിലിറ്റി ഹീ സെയിങ് ദാറ്റ് ഇംഗ്ലണ്ടിൽ അയാളുടെ അണ്ടറിലാണ് ടീം ജയിച്ചു വന്നത്. അതുപോലെ 2025 ഈ വർഷം തന്നെ നടന്ന ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ ജയിച്ചത് അണ്ടർ ഹിസ് കോച്ചിങ് എന്നൊക്കെ പറഞ്ഞൊരു എന്താ പറയുന്നത്, ബ്ലാ ബ്ലാ ബ്ലാ. ഐ ഡോണ്ട് ബൈ ഹിസ് ദിസ് തിങ്. ടെസ്റ്റ് മാച്ച് ഇന്ത്യയിലെ പിച്ചിൽ നമ്മൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളിൽ ടെസ്റ്റ് മാച്ച് തോക്കുക, അത് 2 മാച്ചിൽ രണ്ടും തോക്കുക, 100% ഡിഫീറ്റ്, അത് ഏതൊരു കാരണത്തായാലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതൊരു ജസ്റ്റ് നമ്മളൊരു ഇത് നോക്കുകയാണെങ്കിൽ 2002 മുതൽ ഉള്ള ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നമ്മൾ ജയിച്ചിട്ടില്ല. അതായത് 2012 മുതൽ 2024 വരെ ഒരു സീരീസും തോറ്റിട്ടില്ല നമ്മൾ ഇന്ത്യയിൽ നടന്നത്. എന്നാൽ 2024-25 ഇപ്പോൾ 2 സീരീസ് നമ്മൾ തോൽക്കും. നമ്മൾ ജയിച്ചൊരു ടെസ്റ്റ് സീരീസ് വെസ്റ്റ് ഇൻഡീസിനോടാണ്. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവരുടെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സൗത്ത് ആഫ്രിക്കയോട് തോറ്റു, നേരത്തെ നമ്മൾ ന്യൂസിലൻഡിനോട് തോറ്റു, സേന ടീംസിനോട് നമ്മൾ തോൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ മാർക്കോ ജാൻസൺ ഈസ് ദി പ്ലെയർ ഓഫ് ദി മാച്ച്. ഓക്കെ, അതുപോലെ പ്ലെയർ ഓഫ് ദി സീരീസ് ആയിട്ട് വന്നത് സൈമൺ ഹാർമർ 17 വിക്കറ്റുകളാണ് 2 മാച്ചിൽ കൊണ്ടെടുത്തത്. ടോപ്പ് നോച്ച് പെർഫോമൻസ്. ഇന്ത്യ സ്പിന്നേഴ്സിനെ കളിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടെന്ന് കാണുമ്പോൾ വളരെ മോശമായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, സ്പിന്നർ ഫ്രണ്ട്ലി കണ്ടീഷൻസ് ഉള്ള ഒരു ടീമാണ് ഇന്ത്യ. എവറി ബാറ്റ്സ്മാൻ നീഡ്സ് ടു പ്ലേ സ്പിന്നർ ആൻഡ് സീമേഴ്സ്, ഫാസ്റ്റ് ബോളേഴ്സ് ഈക്വലി ഗുഡ് നൗഡേയ്സ്. ഓക്കെ, റൺസ് ഡിഫറൻസിലുള്ള ഏറ്റവും വലിയ തോൽവി, അതും ഇന്ത്യൻ മണ്ണിൽ 408 റൺസിന് തോൽക്കുക എന്ന് പറഞ്ഞാൽ അൺആക്സെപ്റ്റബിൾ. ഓക്കെ, വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ സ്ഥിതി പരുങ്ങലിലായിരിക്കുന്നതാണ്. 3-ാം സ്ഥാനത്ത് നിന്ന് 5-ാം സ്ഥാനത്തേക്ക് നമ്മൾ കൂപ്പ് കുത്തി എന്ന് പറയാം. പാകിസ്ഥാൻ്റെയും പുറകിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇനി 9 മാച്ച് ഉണ്ട് ടെസ്റ്റിൻ്റെ. അതിനകത്ത് 8 ജയിച്ചാൽ മാത്രമേ നമ്മൾ WTC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതൊന്നും നടക്കുന്ന കാര്യമല്ല കുട്ടികളെ. ഏഡൻ മാർക്കം അവരുടെ ഓപ്പണറായിട്ട് കളിക്കുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ റെക്കോർഡ് പറഞ്ഞിരിക്കുകയാണ്. 9 ക്യാച്ചുകൾ
ഒരു ടെസ്റ്റ് മാച്ചിൽ. അതൊരു വണ്ടർഫുൾ ഇതാണ്. ഇതിനു മുമ്പുള്ള റെക്കോർഡ് ഇന്ത്യയുടെ അജിങ്ക്യ റഹാനയുടെ 8 ക്യാച്ചിൻ്റെ ആയിരുന്നു. അതിനെ ബീറ്റ് ചെയ്തിരിക്കുകയാണ് ആഡ്യൻ മാർക്രം. ഈസ് എ മാർവലസ് പ്ലെയർ ഇൻഡീഡ്. ഇതിലേക്ക് ചെറിയൊരു കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ഷുക്രി കോൺറാഡ് എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കൻ്റെ കോച്ചാണ്. അയാളൊരു പ്രസ്താവന ഇറക്കി, ഐ വാണ്ട് ദം ടു ഗ്രോവൽ ബിഫോർ അസ്. അതായത് നമ്മുടെ മുമ്പിൽ അവർ ഇന്ത്യനെ പറ്റി പറഞ്ഞാണ് ഇഴഞ്ഞിട്ട് വരണമെന്ന്. അത്രയൊക്കെ വേണമോ? 2 ടെസ്റ്റ് ജയിച്ചു, ഓക്കെ, നമ്മുടെ പുതിയ പിള്ളേരുള്ള ടീമാണ്, നമ്മുടെ പല പ്രശ്നങ്ങളും നമുക്ക് കാണും. പക്ഷേ അപ്പോഴത്തേക്ക് ഇത്രയൊക്കെ പറയാമോ എന്ന് ചോദിച്ചാൽ അത് ഇൻ്റർനാഷണൽ ലെവലിൽ അയാളുടെ എഗനസ്റ്റ് കുറേ റിമാർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചലോ ഓക്കെ. നമ്മളിനി 2 ടെസ്റ്റും തോറ്റ ആ ഒരു ക്ഷീണം മാറണമെങ്കിൽ ഇനി വരുന്ന വൺ ഡേ ഇൻ്റർനാഷണൽസും T20 പരമ്പരയൊക്കെ നമ്മൾ ജയിക്കണം, അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് കാണിക്കെങ്കിലും വേണം. അപ്പം 30 നവംബർ ഈ മാസം ലാസ്റ്റ് ഫസ്റ്റ് വൺ ഡേ നടക്കും. നോക്കാം, ലെറ്റ് സീ. ഇതുപോലുള്ള ഒരു ടെസ്റ്റ് തോൽവി പ്രതീക്ഷയില്ല നമ്മൾ. ഒരു തോൽവിയിൽ നിന്ന് മുന്നേറുമ്പോൾ ടീം എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. വൺ ഡേ ടീം വേറെയാണ്, T20 ടീം വേറെയാണ്. സർട്ടൻ 2 3 4 പ്ലെയേഴ്സ് മാത്രമുള്ള എല്ലാ പാറ്റേണും കളിക്കുന്നത്. എനിവേ ലെറ്റ് us see വാട്ട് ഹാപ്പൻസ് ദർ. പിന്നെ മറ്റൊരു സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം നടക്കുന്ന T20 വേൾഡ് കപ്പ് അതിൻ്റെ ടീം അനൗൺസ്മെൻറ്റായി, ഗ്രൂപ്പ് അനൗൺസ്മെൻറ്റായി. ഓക്കെ, അപ്പോൾ 4 ഗ്രൂപ്പുകളിലായിട്ട് ടോട്ടൽ 20 ടീമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അത് ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയും ശ്രീലങ്കയും ഒരുമിച്ചാണ്. ചില കളികൾ, അതായത് പാകിസ്ഥാൻ്റെ കളികളൊക്കെ ശ്രീലങ്കയിലായിരിക്കും ഒബ്വിയസ്ലി. അപ്പോൾ അതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ആരൊക്കെയാണ് കളിക്കുന്നത്. ഗ്രൂപ്പ് എയിൽ വന്ന് ഇന്ത്യ, USA, പാകിസ്ഥാൻ, നമീബിയ, നെതർലാൻഡ്സ്. ഗ്രൂപ്പ് ബി വന്നിട്ട് ഓസ്ട്രേലിയ, അയർലൻഡ്, സിംബാബ്വെ, ശ്രീലങ്ക, ഒമാൻ. ഗ്രൂപ്പ് സി വന്നിട്ട് ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്, ബംഗ്ലാദേശ്, നേപ്പാൾ, ഇറ്റലി അൻ ഇൻട്രസ്റ്റിംഗ് ഇൻക്ലൂഷൻ. ഇറ്റലി അങ്ങനെ കളിയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗ്രൂപ്പ് ഡി വന്നിട്ട് ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ, കാനഡ, UAE. എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ടീമാണ്. അവർ ഈ മിന്നോസ് എന്ന് പറഞ്ഞാൽ ഈ UAE, കാനഡ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റലി, നേപ്പാൾ എന്നൊക്കെ പറഞ്ഞാൽ മിന്നോസ ചെറിയ ടീമുകളാണ്. അവരെ മിക്സ് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 സ്ട്രോങ് ടീമുകൾ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഗ്രൂപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. പിന്നെ USA കൺസിഡറബിളി എ ഗുഡ് ടീം. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. മാച്ചിലേക്ക് ഞാൻ കൂടുതൽ ഇനി പറയാനൊന്നുമില്ല. നമ്മുടെ അതായത് 140 റൺസ് ഉണ്ടാക്കി ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. ഇന്ന് അവർ ജയിക്കാൻ പറ്റില്ല, 500 സംതിങ് റണ്ണൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല നമുക്കറിയാമായിരുന്നു. പക്ഷേ പിടിച്ചു നിൽക്കണമായിരുന്നു. അതിലൊരു ചെറിയൊരു റെസിസ്റ്റൻസ് കാണിച്ചത് രവീന്ദ്ര ജഡേജ മാത്രമാണ്. അദ്ദേഹം ഒരു 50 സ്കോർ ചെയ്തു. പക്ഷേ റെക്ലെസ് ഷോട്ടായിരുന്നു എല്ലാവരുടെയും. നിങ്ങൾ ഇപ്പോൾ അതായത് സായി സുദർശൻ ഒരുപാട് ബോൾ ഫേസ് ചെയ്തു, 14 റൺ എടുത്തു. ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തേ കളിക്കാൻ പറ്റുള്ളൂ. മോർ ഡിഫൻസ് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഔട്ടാവും. അപ്പോൾ പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്ത് സിംഗിൾ എടുത്ത് അങ്ങനെയൊക്കെ കുറേയൊക്കെ ഡിഫൻസ് കളിച്ച് അങ്ങനെയാണ് ടെസ്റ്റ് മാച്ച് കളിക്കേണ്ടത്. എനിവേ കൂടുതൽ സംസാരിക്കുന്നില്ല ഇതിനെ പറ്റിയിട്ട്. ലെറ്റ് us forget about it. എന്നാലും മനസ്സിൻ്റെ അടിയിൽ നിന്ന്, ഹൃദയത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു തേങ്ങൽ പോലെ ഈ 2 തോൽവിയും ഏതൊരു ക്രിക്കറ്റ് ഫാൻസിനെയും എന്നെന്നും ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യുക. അതിലാണ് ഏറ്റവും കൂടുതൽ കാര്യമിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ. ഒന്നും ഗുണം പ്രതീക്ഷിച്ച് ചെയ്യുന്നൊന്നല്ല. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഫാഷൻ ഓൺലി ഐ ആം ഡൂയിങ് ദിസ്. അതുപോലെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.
ബൈ.